പ്രസാദേട്ടന്റെ ടീമിലാണ് വന്നത്. അല്ലല്ല, അപ്പൊ അവിടെ 10-22 പേരായിട്ടൊരു ഗ്രൂപ്പായിരുന്നു. ദേവി ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇപ്പൊ ആർക്കും ഗ്രൂപ്പായിട്ട് അങ്ങനെ വേണ്ട. ഇപ്പൊ എല്ലാവരും ഒരാൾ അല്ലെങ്കിൽ 2 പേര്. ഇപ്പൊ 2 പേര് ഒരാള് അങ്ങനത്തെയാണ് കൂടുതലും പോകുന്നത് സ്റ്റേജില്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ 2 പേരുമാണ്. കൊല്ലത്തിലേക്ക് കടന്നു വിജയകരമായ എത്ര വർഷമായി? എത്ര കോണ്ടിനെന്റ് കടന്നു? എവിടെ അല്ലേ? ഏഷ്യ കിടന്നോ? അമേരിക്കയില് ഒരു 9 സ്ഥലങ്ങളിൽ. അപ്പൊ ഈ ഇപ്പൊ നമ്മൾ സ്റ്റേജിലൊക്കെ ഇറങ്ങി നമ്മൾ വളരെ ബുദ്ധിമുട്ടി പറയുന്ന മ്യൂഗ്രിയാണല്ലോ. അത് കാര്യം തിരിച്ചു കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ നമ്മൾ ചിരിയുണ്ടോന്ന് നോക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഒരു പൊതുവെ എങ്ങനെയാ? നമുക്ക് നല്ല റെസ്പോൺസാ കിട്ടുന്നേ. അപ്പൊ അവരുടെ സ്നേഹമാണല്ലോ നമ്മുടെ ഒരു ഊർജം. അപ്പൊ അവര് ഇപ്പൊ പോയോടത്തൊന്നും വലിയ മോശമില്ലാതെ വന്നിട്ടുണ്ട്. നല്ല അന്തസ്സായിട്ട് കൂവിയ ഓഡിയൻസ് ഉണ്ടോ? നമുക്ക് ബഹുമാനം. നമ്മളുടെ ഒരു കലാ ആവിഷ്കാരം അങ്ങോട്ട് കണ്ടിട്ട് അതിന് സർട്ടിഫിക്കറ്റ് പോലെ വരുന്ന സാധനമാണല്ലോ ഈ കൂവൽ എന്ന് പറയുന്നത്. സാർ അന്നേരമാണ് നമ്മൾ അപ്ഡേറ്റ് ആവുന്നത്. അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നിലനിൽക്കുന്നത്. ഇപ്പൊ ഈ സ്റ്റേജിൽ പോയല്ലേ ഏത് സാധനം എറിക്കുന്ന പെട്ടെന്ന് പിടി കിട്ടൂ? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ യൂസഫിനോട് ചോദിക്കണം. അങ്ങ് സബ് ഇൻസ്പെക്ടർ പദവിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇതിലേക്ക് ഇറങ്ങിയോ? ഞാൻ അതിനു മുമ്പ് നേരത്തെ തന്നെ കഥാപ്രസംഗം ഫീൽഡിലായിരുന്നു. കഥാപ്രസംഗമായിരുന്നു. അപ്പൊ എങ്ങനെ ഈ കഥാപ്രസംഗ കല ഇപ്പൊ വേദി ഉണ്ടോ അതിന്? അത്യാവശ്യം വേദിയുണ്ട്.